വസുധ സെപ്റ്റംബർ 9 മുതൽ തിങ്കൾ മുതൽ വ്യാഴം വരെ രാത്രി 8 മണിക്ക് നമ്മുടെ കൗമുദി ടിവിയിൽ. പണ്ടാരം പവി എന്തെടുക്കും? എത്ര തവണ ചെറുക്കനെ വിളിക്കണം? എന്തൊരു കഷ്ടമാണ്, ഒരു മനുഷ്യനും ഇല്ല. ഇവിടെ മാറിയത് എവിടെ പോയി കിടക്കുവാ? സ്റ്റെഫി ഹലോ, എടി എവിടെ? എടി ഒന്ന് ഇങ്ങോട്ട് വരാവോ? എനിക്ക് ബോറടിക്കണം ഇവിടെ ഇരുന്നിട്ട്. ക്യൂ അല്ലേ? അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ ഇപ്പൊ ഇങ്ങോട്ട് വാ, നമുക്ക് പിന്നെ പോയി ചെയ്യാം നിനക്ക് ചെയ്യാനുള്ള കാര്യം. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യും? എനിക്ക് ദേഷ്യം വന്നിട്ടാ. എനിക്ക് ക്യാൻഡി ക്രഷ് ഒന്നും കളിക്കാൻ വയ്യ. ആണോ? നിന്റെ അടുത്ത് ഞാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ, അഭിപ്രായം ഒന്നും ചോദിച്ചില്ലല്ലോ, വരാൻ പറ്റുള്ളൂ എന്നല്ലേ ചോദിച്ചോളൂ. നീ വരണ്ട, നീ അവിടെ ഇരിക്കും, നീ ഇരിക്കുന്ന സ്ഥലത്തിരിക്കും. നീ ആധാർ കാർഡോ അക്ഷയ കേന്ദ്രം എന്തെന്ന് ചെയ്യും. അല്ല, ഞാനിപ്പോ എന്തിനാ ആരെയടുത്തൊക്കെ ശത്രുത കാണിക്കുന്നത്? പോയി മിണ്ടി നോക്കാല്ലേ? ഉണ്ടോ? പ്രശ്നാവോ? പോണോ? ഞാൻ അവൾമാർക്ക് ഇഷ്ടപ്പെടില്ലേ? എടി, നമുക്കൊരു കാര്യം ചെയ്യാം. എനിക്ക് നല്ല വിശക്കുന്നു. നമുക്ക് പോയി കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി പണി ചെയ്യാം. മര്യാദക്ക് നീ നിന്റെ മടക്കി വെച്ചിട്ട് നീ പോയി കഴിച്ചോ. ഇടി, എനിക്ക് വിശക്കുന്നടി. രാവിലെ വെച്ച് എന്തെങ്കിലും മിച്ചം താഴെ കാണും. ഞാൻ ഒന്ന് കഴിച്ചിട്ട് വരട്ടെ. അത് ഞാൻ നിന്റെ ഉടായ്പ നിർത്തിക്കോ. നീ കഴിച്ചിട്ട് പിന്നെ മടക്കണ്ട, ഇപ്പൊ പോയി മടക്കിയിട്ട് കഴിച്ചോ. എന്റെ പൊന്നാരെ, എനിക്ക് അലർജി ഒക്കെ ഉള്ളതാ. ഒന്നാമത് ഡസ്റ്റ് അലർജിയാണ്. പ്ലീസ്, ഞാൻ കഴിച്ചിട്ട് വരട്ടെ, എനിക്ക് വിശക്കുന്നടി. എടി ദിവ്യേ, ഇത്തിരി മടക്കി വേടി, വിശക്കുന്നു. ഞാൻ താഴ്പ കഴിച്ചിട്ട് വരാടി. ഞാൻ മടക്കിയൊക്കെ തരാം, പക്ഷെ എന്റെ തുണി മടക്കിയിട്ട് ഞാൻ നിന്നെ മടക്കത്തുള്ളൂ. ആ മതി, ഓക്കെ. ഞാൻ പോണം. എനിക്ക് വിശക്കണം. പ്രാന്താണ്. അവൾ ഉടായ്പ പറഞ്ഞപ്പോ അത് നീ വിശ്വസിച്ചു. എടി വിട്ടേക്ക്, അത് രാവിലെ മര്യാദക്ക് ഒന്നും കഴിച്ചിട്ടില്ലല്ലേ തന്നെ. എടി രാവിലെ 7 ഇഡ്ഡലി കഴിച്ചവളാ അവള്. സാരില്ല, വിട്ടുകാളാ. അവൾക്ക് അലർജിക്ക് ഉള്ളല്ലേ, അവള് കഴിക്കട്ടേന്നേ. എന്നാ ശരി, നീ അവളുടെ മടക്കിക്കോ, ഞാൻ എന്റെ മാത്രം മടക്കോളെ. ഓ, പ്രശ്നമില്ല, ഞാൻ മടക്കാം. ഹായ്. ഹായ്. നിങ്ങള് റൂമൊക്കെ ക്ലീൻ ചെയ്യുമായിരിക്കും അല്ലേ? ക്ലീനിങ് ഒന്നല്ലടേ, അലമാരിയില്ലേ തുണി കൊണ്ടെന്ന് അറിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഒന്ന് അടുക്കി പെറുക്കിയൊക്കെ വെക്കാതെ. അതേതായാലും നന്നായി. അതെന്താ? അല്ല, നമ്മളിങ്ങനെ ബോറടിച്ചിരിക്കുന്ന സിറ്റുവേഷൻ അല്ലേ, റൂം ക്ലീൻ ചെയ്യുന്നതോ അടുക്കി പെറുക്കി വെക്കുന്നതൊക്കെ നല്ലതെന്ന് പറയായിരുന്നു. അതെ അതെ. അല്ല, ചാരു എന്താ വന്നേ? ഞാൻ ചുമ്മാ വന്നതാ. ഞാൻ വിചാരിച്ചേ നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിച്ചിരിക്കാം, നിങ്ങൾ ഫ്രീ ആണെങ്കിൽ. ഇപ്പൊ എന്തായാലും നിങ്ങൾ മടക്കിക്കൊണ്ടിരിക്കല്ലേ, ഞാൻ പോണേ പോവാം. വേണ്ട, ഇരിക്കി ഇരിക്കി. നിങ്ങൾ വേറൊന്നും വിചാരിക്കല്ലേ കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ വന്നെന്താന്ന് വെച്ചാൽ, നമ്മളെപ്പോൾ കണ്ടാലും ഇടിയും ബഹളവും വഴക്കൊക്കെ അല്ലേ. അപ്പം ആ പ്രശ്നമൊക്കെ അങ്ങ് തീർത്ത് നല്ല ഫ്രണ്ട്സായി ഒന്ന് പരസ്പരം മനസ്സിലാക്കിയൊക്കെ ഇരിക്കാന്ന് വിചാരിച്ചു. അയ്യോ, നിങ്ങളുടെ പണിയൊന്നും മുടക്കണ്ട, ചെയ്തോ. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? വേണ്ട. ജെനി എവിടെ? അവള് കഴിക്കാൻ പോയി. ഓ, അല്ല, ചാരു കഴിച്ചായിരുന്നോ? ഹാ, ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു. ആരൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ? അയ്യോ, ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ചോദിച്ചോ? ചോദിക്കാണ്ടിരിക്കുന്നത് നല്ലത്. എന്നാ അത് വിട്ടേക്ക്, സോറി. നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. സോറി ഒന്നും വേണ്ട, പക്ഷെ എനിക്ക് എക്സ് ലവറിനെ പറ്റി ചോദിച്ചാൽ ആ നാളുടെ മുഖം ഓർമ്മ വരും. ഭയങ്കര ഉടായിപ്പായിരുന്നേ. ആര്? ബോയ് ഫ്രണ്ടോ? എന്റെ എക്സ് ബോയ് ഫ്രണ്ട് ഷാരോൺ. ഓ,
അപ്പൊ നിങ്ങൾ ബ്രേക്കപ്പ് ആയോ? ആ ബ്രേക്കപ്പ് ആണോന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഭയങ്കര ഉടായ്പായിരുന്നു. ഒരേ സമയത്ത് കുറെ റിലേഷൻ അവനുണ്ടായിരുന്നു. അവനെ ഇവളായിട്ട് റിലേഷൻ ഇരിക്കുമ്പോ തന്നെ വേറൊരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്തു, അവളെ ഇഷ്ടാന്ന് പറഞ്ഞു. ഷേ, എന്നാൽ എല്ലാ ചെക്കന്മാരും അങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ. നിങ്ങളെ എന്റെ പവീനെ കണ്ടതല്ല അന്നത്തെ ദിവസം? അയ്യോ, അവൻ എന്ത് സിൻസിയറാ, എന്ത് സ്നേഹം അവൻ എന്നോട്. കണ്ടതല്ലേ നിങ്ങള്? പക്ഷെ ഞാൻ കണ്ട 90% ആണുങ്ങളും ഉടായ്പകളാ. ഷാറുണ്ണെ കണ്ടില്ലേ, ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ റിലേഷൻ ഉണ്ടായിരുന്നു. അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന എനിക്കെന്നെ അറിയില്ല. പക്ഷെ പവിച്ചേട്ടൻ അങ്ങനെയല്ല, ഡീസന്റ് ആണെന്നാ എനിക്ക് തോന്നണേ. പണ്ട് പവീനെ പറ്റി പോലെ തന്നെ ഞാനും ഷാരുവിനെ പറ്റി വിചാരിച്ചേ പാവമായിരിക്കുന്നു. പക്ഷെ ഇവന്മാരൊക്കെ ഉടായ്പ. അത് ശരിയാ. ഷാരുവിന് കാര്യം അറിയോ, നമ്മൾ ഇവരെ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാ? എന്തുകൊണ്ടോ? ഇവർക്കൊരു പേഴ്സണൽ സ്പേസ് കൊടുക്കണം എന്നരുന്നുണ്ട്. ഇവര് നമ്മളെ വിളിക്കുന്ന സമയത്ത് ഫോൺ കട്ട് ചെയ്യും, ദേഷ്യപ്പെടും. എല്ലാ ആണുങ്ങളും ഒരുപോലെയൊക്കെ തന്നെയാ. പക്ഷെ പവി അങ്ങനെയൊന്നുമല്ല. ചാരുവിന് ഉറപ്പുണ്ടോ പവി അങ്ങനെ അല്ലാന്ന്? നമുക്ക് നോക്കിയാലോ? ചാരു ഒരു കാര്യം ചെയ്യും, പവിയെ വിളിച്ചു നോക്ക്, എന്താ പറയണത് നമുക്ക് നോക്കാം. വേണ്ട, പവി അങ്ങനത്തെ ഉടായ്പ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ചാരുവിന് പേടിയുള്ള ചാരു വിളിക്കാത്തെ. പേടിച്ചിട്ടല്ല, അതൊക്കെ ചീപ്പ് പരിപാടിയല്ലേ. എന്ത് ചീപ്പ്? പണ്ട് ഇതുപോലെ ചീപ്പാന്ന് എഴുതിയിട്ടാ ഞാൻ മൂഞ്ചിയെ. ആരെ ബിഹേവ്? എന്ത് ബിഹേവ്? ചാരുവിന് ഉറപ്പുണ്ടോ? എന്നാ പവിയെ വിളിച്ചു നോക്ക്, എന്താ പറയണ നമുക്ക് നോക്കാലോ. ആരെ മാതി നിർത്തടി. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞാൻ വിളിക്കണം, പവി എന്താ പറയണെന്ന് കേൾക്കണം അല്ലേ? അതെ. പവി കുറച്ച് തിരക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായാലും വിളിച്ചു നോക്കാം. തിരക്കാന്ന് പറഞ്ഞാലും പവി എടുത്തിട്ട് പറയുമല്ലോ, അത് നമുക്ക് നോക്കാം. ലൗഡ് സ്പീക്കർ ഇട്, കേക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്തായി? അത് ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, അവൻ ബിസി ആയിരിക്കും. ബിസി ആണെന്ന് പറഞ്ഞാൽ എന്താ, ഒരു വോയിസ് മെസ്സേജിന് അയച്ചുകൂടെ തിരക്കാന്ന് പറഞ്ഞിട്ട്? ഞാൻ ഒന്നുകൂടി വിളിക്കാം, അവൻ എന്തായാലും മെസ്സേജ് അയക്കും. ഓലക്ക ഇപ്പൊ വിളിച്ചാലും അവൻ തെറി വിളിക്കത്തുള്ളൂ നിന്നെ. കണ്ട പിന്നെ എടുത്തില്ല. എന്റെ ചാരു, നമ്മൾ ഇത്ര കണ്ടത് ഇതൊക്കെ. എന്തായാലും എടുക്കും, നല്ല മെസ്സേജ് അയക്കും. എന്റെ പാവി ഒന്നും മെസ്സേജ് അയക്കടോ, നാണം കെടുത്തോണ്ട്. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ല, ഞാൻ ഒരു തിരക്കി നിൽക്കുകയാണ്, ചുമ്മാ കൊണവണെന്ന് വിളിച്ചോണ്ടിരിക്കുകയായി. കട്ടി കട്ടി കട്ടി. ഇപ്പൊ എങ്ങനെയുണ്ട്? നിനക്ക് ആണുങ്ങളെ പറ്റി സംശയം ഉണ്ടെങ്കിലേ നമ്മളെക്കാൾ ഓണം ഉണ്ട്, മാഡം താഴെ ഉണ്ട്. നമുക്ക് മാഡത്തോട് പോയി ചോദിക്കാം. ബാ, മാഡത്തിന്റെ അടുത്ത് ചോദിക്കൊന്നും വേണ്ട. വാ നമുക്ക് നോക്കാം മാഡം എന്താ പറയണേന്ന്. വാ. എനിക്ക് യാതൊരു സംശയമില്ല, നീ പറഞ്ഞേക്കത്. എന്താ എന്താ രണ്ടും കൂടി അവിടുന്ന് തത്ത കളിക്കുന്നേ? വരൂ. അല്ല മാഡം, ഇവർക്കൊരു സംശയം. എന്ത് സംശയം? എനിക്ക് സംശയമൊന്നുമില്ല മാഡം. ഈ ആണുങ്ങളൊക്കെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സംശയം. എന്റെ പൊന്നു മോളെ ചാരു, ആണുങ്ങളെ എന്നല്ല ഈ ഭൂലോകത്തുള്ള ഒരാളെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. സത്യം ഞാൻ പറയാം കേട്ടോ. മാഡം, എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, എന്റെ ഭയങ്കര ക്ലോസാ. അപ്പൊ അവനായിട്ട് കുറച്ച് ഒരു സൗന്ദര്യ പണക്കത്തിലായി, അത്രേ ഉള്ളു. അല്ലാണ്ട് ഇവള് പറയണ പോലെ അങ്ങനെയൊന്നും. അതാരാ അത്? മാഡത്തിന് അറിയുമായിരിക്കും, അന്ന് നമ്മുടെ ഇവിടെ വന്നില്ലായിരുന്നോ? അന്ന് ഇവിടെ വന്നത് ആ താടി വെച്ച് വെളുത്തിട്ട്. അയ്യോ ദൈവമേ, അവനെ കണ്ടാലേ വിശ്വസിക്കാൻ കൊള്ളാത്തവനാ. സത്യം ഞാൻ പറയുന്നൊന്നും മോള് ഇതാക്കിക്കോ. എന്തെങ്കിലും കാര്യത്തിൽ പോയി പെട്ടുപോകരുത് മോളെ, ജീവിതം ഒന്നും കളയല്ലേ. അത് മാത്രല്ല മാഡം, ശാരദ ഫോൺ ചെയ്ത സമയത്ത് അവൻ കുറെ വഴക്ക് പറഞ്ഞായിരുന്നു. അയ്യോ ചാരുനാ? അങ്ങനെ വഴക്കൊന്നും പറയാൻ പറ്റില്ല മാഡം, അവന് സ്ട്രെസ് കൂടിയിട്ടോ ടെൻഷനിലെന്തോ ആയിട്ടാന്ന് തോന്നുന്നു. എന്തോ ചെറുതായിട്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. മോളെ ചാരു, നിന്നോടൊരു പ്രത്യേക കാര്യം ഞാൻ പറയാം. അരി വെന്തോന്നറിയാൻ എല്ലാ അരി അമുത്തി കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല, മനസ്സിലായല്ലോ? അതുകൊണ്ട് പൊന്നു മോളൊരു കാര്യം ചെയ്തോ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്തോ കേട്ടോ. ജീവിതം ഒന്നും കൊണ്ട് തൊലച്ചേക്കരുത്, ബുദ്ധിപൂർവ്വം നീങ്ങേണ്ട പ്രായമാണിത്. മക്കള് പുറത്തു പോയി നന്നായിട്ടൊന്ന് ആലോചിക്കും, അബദ്ധത്തിലൊന്നും പോയി ചാടിയേക്കരുത് കേട്ടോ. ചാരു, നീ നോക്കി കണ്ടൊക്കെ തീരുമാനിച്ചത് കേട്ടോ. ശരി എന്നാ ശരി മാഡം, ഞാൻ ചെല്. ഓഹ്, ഇതൊരു വല്ലാത്തൊരു പ്രായമാണേ. എൻ്റെ ഈശ്വര, അബദ്ധത്തിലൊന്നും ചാടാതിരിക്കട്ടെ പിള്ളേര്.
എന്താ എന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഞാൻ അവള് ടോക്സിക് റിലേഷനിൽ രക്ഷപ്പെടുത്തി പോയതല്ലേ. എന്താ രക്ഷപ്പെട്ടു പോണണ്ട? എനിക്ക് തോന്നുന്നില്ല നീ അവളെ രക്ഷിച്ചാണെന്ന്. എന്താടി? എന്റെ പൊന്നു ജെനി, ഇന്ന് നേരത്തെ കിച്ചണിൽ പോയില്ലേ? ആ, അപ്പൊ ആ ചാരു നമ്മുടെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്തിനെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ അവള്? ഇല്ല, ഒരു പ്രശ്നം ഉണ്ടായില്ല. അവളല്ല, ഇവളാ പ്രശ്നം ഉണ്ടാക്കിയത് മൊത്തം. അടിപൊളി. എന്താ പ്രശ്നം? ആ ഇവൾ അവളുടെ കുടുംബം കലക്കി വിട്ടിട്ടുണ്ട്. എടി കലക്കൊന്നുമില്ല, പറഞ്ഞു പോയ ഫ്ലോയിൽ അങ്ങ് പോയതാ. എന്നിട്ടിപ്പൊ അവൾ എവിടെ? അവള് മേളിലേക്ക് പോയിട്ടുണ്ട്. സൂപ്പർ. വല്ല ആത്മഹത്യ ഇങ്ങനെ വല്ലതും ചെയ്യോ? എടി മാഡം കേൾക്കുന്നീന്ന് വന്നേ. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കും. താങ്കൾ വിളിക്കുന്ന ചാരു 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 എന്നാ പറ്റി? ചാരു എന്നാ പറ്റി? എന്നാ ചാരു കാര്യം പറ ചാരു, ഞങ്ങളെ കൂടെ ടെൻഷൻ ആക്കാതെ. എന്താടാ കാര്യം? പവിയനെ ചതിക്കുമായിരുന്നു. പവിയുടെ കൂടെ വല്ല പെണ്ണുങ്ങളെ നീ കണ്ട? അങ്ങനെ ചെയ്തോണ്ടല്ലോ പെണ്ണിനെ കൊല്ലും, അവനെ ഞാൻ കൊല്ലും. കാര്യം ഒന്ന് പറയണ്ട ചാരു. എടി എനിക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി. അവൻ എന്നെ ശരിക്കും ചതിക്കുമായിരുന്നു. നിനക്ക് എന്ത് മനസ്സിലായെന്നാ? എനിക്കിപ്പൊ അവനോട് സംസാരിക്കണം, എല്ലാം തീർക്കണം. എനിക്ക് അവനോടുള്ള എല്ലാ ബന്ധവും തീർക്കണം. എന്തുവാ ചാരു, കരയല്ലേ? വിളിക്കണം. ഹലോ, എനിക്ക് നിന്നെ ഇപ്പൊ കാണണം. ഇപ്പൊ വരാൻ പറ്റില്ല, ഞാനൊരു മീറ്റിംഗ് ഇരിക്കണം, കുറച്ച് ബിസിയാണ്. വൈകുന്നേരം കാണാം. എനിക്ക് അതൊന്നും കേൾക്കണ്ട, എനിക്ക് ഇപ്പൊ കാണണം. നമ്മളെപ്പോഴും കാണുന്ന സ്ഥലത്ത് ഞാൻ ഉണ്ടാവും. നീ എടപ്പാണ്. ഞാൻ അവനൊന്ന് കണ്ടിട്ട് വരാം. ഞാനിവിടെ വരാം. എന്റെ ഭാര്യം വരണ്ട, ഞാൻ റെഡി ആവട്ടെ. ടീനെ, എന്നാലും എന്തായിരിക്കും സംഭവിച്ചത്? എനിക്ക് തോന്നുന്നത് അവൻ അവൾക്കിട്ടൊന്ന് മാരകമായ പണി കൊടുത്തിട്ടുണ്ട്. ബോഡി അതൊന്നും ആയിരിക്കത്തില്ല. അങ്ങനെയെങ്കിൽ അവളിപ്പോ നമ്മളോട് പറയത്തില്ലേ? ഇങ്ങനെ ഇരുന്ന് കിടന്ന് കരയുവോ? എനിക്ക് തോന്നുന്നതേ അവൾക്ക് നമ്മളോട് പറയാൻ പറ്റാത്ത എന്തോ വലിയ കാര്യമാണെന്നാ. ഇനി അവൾ അവനിട്ടിട്ട് വല്ല പണിയും കൊടുക്കുന്നതാണോ? അതൊന്നും ആയിരിക്കത്തില്ല. അവൾ അങ്ങനത്തെ ടൈപ്പ് ഒന്നും അല്ലേ. അങ്ങനെ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അവള് നേരെ പോയിട്ട് അവനോട് ഇഷ്ടമല്ലെന്നുണ്ട് അവളെ അടുത്ത പരിപാടി പിടിച്ചേനെ. ഇത് അങ്ങനൊന്നുമില്ല. ഞാൻ സംശയിച്ചിട്ട് ഇത് മറ്റേത് തന്നെ ആയിരിക്കും. ഏത്? നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഈയിടെയായിട്ടുള്ള അവളുടെ ആ ഒരു വാട്ടവും തളർച്ചയും ആ ഒരു വിഷമൊക്കെ കണ്ടിട്ട് എന്തിൻ്റെങ്കിലും ലക്ഷണമായിട്ട് നിനക്ക് തോന്നിയോ? എനിക്കൊന്നും തോന്നിയില്ല. തോന്നിയില്ല? അവളുടെ ആ മുഖം കണ്ടിട്ട് നിനക്ക് വല്ലതും തോന്നിയോ? ഇല്ലെന്ന്. ഒരു ചതിക്കപ്പെട്ട കുട്ടിയുടെ മുഖമല്ലേ അവൾക്ക്? ഒന്ന് പോയത്, നിനക്ക് പ്രാന്താണോ? ഇതിൽ അത് തന്നെ. ഏത്? നീ അവള് പറഞ്ഞ ശ്രദ്ധിച്ചായിരുന്നോ? എന്തുവാ? അവൻ എന്നെ ചതിച്ചടി എന്നല്ലേ അവള് പറഞ്ഞു കരഞ്ഞത്. എടി പെണ്ണ, അതിന് അവൻ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞ ആ ഒരു അർത്ഥം മാത്രമേ നീ കാണുന്നുള്ളൂ. ആ, ഞങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ ഒരു അർത്ഥം. നിങ്ങളുടെ നാട് എന്താണെങ്കിലും എല്ലാത്തിനും ഞാൻ അവളോട് ഉണ്ടാവും. ആ, എന്തായാലേ അങ്ങനെ ആണെങ്കിൽ അവനിട്ട് ഞാൻ 2 പൊട്ടിക്കും. എന്തിന് പൊട്ടിക്കണം. ഇനിയിപ്പോ അവൻ കല്യാണം കഴിക്കാൻ റെഡി ആണെങ്കിലും അവളെ കല്യാണം കഴിക്കാൻ റെഡി ആണെങ്കിലും അവനിട്ട് 1 പൊട്ടിക്കണം. അവൻ അതിന്റെ ഒരു ചെറിയ കുറവുണ്ട്. ചിലപ്പം പെട്ടെന്നൊരു കല്യാണം കഴിക്കാനുള്ളൊരു ആ ഒരു ട്രോമയിലാണെങ്കിലും ഇനി അവള് അതും ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് അവളുടെ കൂടെ അങ്ങ് പോവായിരുന്നല്ലേ? അതെങ്ങനാ? നീ ചെല്ലട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചാടി കടിക്കാൻ വരുമല്ലേ? എന്താവോ എന്തോ. നമ്മള് കണ്ടുപിടിക്കേണ്ട കാര്യമാണത്. അവള് പറയത്തില്ല. ഇവിടെ വരാൻ പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു എനിക്ക് കിസ് തരാൻ വേണ്ടിയിട്ടായിരിക്കുന്നു. പേടിക്കണ്ട, ആരംഭത്തിലുള്ള സംരംഭം എല്ലാവർക്കും ഉള്ളതാ. ഞാൻ വരാം. പൊട്ടം കളിപ്പിക്കുവാണോ? പൊട്ടം കളിപ്പിക്കുന്ന ഞാനാ? എന്തിന്? പവി, നമ്മുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് എത്ര മാസമായി?
എണ്ണുന്ന അല്ല വിരലിൽ നോക്കി അഴുക്ക് നോക്കിയത് 4 മാസം 4 മാസോ 4 മാസം 14 ദിവസമായി അതുപോലെ നിനക്ക് അറിയത്തില്ല. അതെനിക്കറിയാം. 14 ദിവസത്തെ കണക്ക് ഞാൻ വെച്ചില്ല. 4 മാസം കറക്റ്റ് അല്ലേ? ഇതിന്റെ ഇടയിൽ നീ എന്നെ എത്ര പ്രാവശ്യം ചതിച്ചു? ചതിച്ചാ? ഞാനാണോ നീയാണോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിക്കുന്നത് മാത്രം മറുപടി. ഞാൻ ചതിച്ചിട്ടില്ലെന്ന്. ഞാൻ എന്തിനു ചതിക്കണത്? നീ എവിടെ പോയിരുന്നു? നീ ഏത് വർക്കിനാ പോയിരുന്നു? ഇതുണ്ടായിരുന്നു. ഏതുണ്ടായിരുന്നു? വർക്ക്. നിനക്ക് ഏത് വർക്ക് ഉണ്ടായിരുന്നു? ഞാൻ വിളിച്ചാൽ നിനക്ക് എടുക്കാൻ പറ്റാത്ത നീ വിളിക്കാന്ന് പറഞ്ഞാൽ വർക്കിന്റെ അത്യാവശ്യ കാര്യമായിട്ട് ബിസി ആയി പോയി. അതുകൊണ്ടാണ് ഞാൻ എടുക്കായിരുന്നത്. എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ, എടുത്തിട്ട് ഞാൻ തിരക്കിലാണെന്ന് പറഞ്ഞ. എന്തോ നീ എടുത്തിട്ട് നീ എന്റെ അടുത്ത് എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഗുണയോ എന്താ നീ പറഞ്ഞത്? ഞാൻ 2 പ്രാവശ്യം കട്ട് ചെയ്തപ്പോ നിനക്ക് മനസ്സിലായിക്കൂടെ തിരക്കിലിരിക്കുകയാണ്. ഞാൻ ഒന്ന് പറയട്ടെ. അപ്പൊ പിന്നെ കട്ട് ചെയ്യണം. അതുകൊണ്ടാണ്. പ്ലീസ്. ഞാനൊരു കാര്യം പറയണ നീ മനസ്സിലാക്കണം. എന്താണ്? ഞാനാണ് നിന്റെ സൈഡിൽ നിന്നെങ്കിലല്ലേ ഞാൻ ആ ഫ്രണ്ടിന്റെ അടുത്ത് പറയും ഞാൻ ഒന്ന് മാറിപ്പോയി സംസാരിച്ചിട്ട് വന്നോട്ടെ. ആ ഒരു സ്പേസ് പോലും നീ എനിക്ക് തന്നിട്ടില്ല. ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ടാണ് സംസാരിച്ചോണ്ടിരുന്നത്. എന്ത് അത്യാവശ്യം? ഞാൻ ഒരു ഫ്രണ്ടുമായിട്ട് കാണാൻ വേണ്ടി പോയി. അവന്റെ ഫ്രണ്ടായിട്ട് കാണാൻ വേണ്ടിട്ട് പോയത്. ഫ്രണ്ടായിട്ട് കാണാൻ വേണ്ടി പോയി. ആദ്യം എന്ത് പറഞ്ഞു? വർക്കിന് വേണ്ടി. ആദ്യം നീ എന്താ പറഞ്ഞത്? ഈ ഫ്രണ്ടിന്റെ വർക്കിന് വേണ്ടിട്ടാണ് പോയത്. ഇതൊരു കഷ്ടമാണ്. അല്ല നീ എന്നെ ചതിക്കുമായിരുന്നു. സത്യം പറയണം. നീ ഏത് പെൺകൊച്ചിന്റെ പോയത്? ഏത് പെൺകൊച്ചി? എന്റെ ഒരു ചെറുക്കൊരു ഫ്രണ്ട്. കണ്ട നിനക്ക് പറയണത് ഒരു മര്യാദ. എന്റെ ജീവൻ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട്. അവന്റെ അച്ഛൻ ഗൾഫിലാണ് ഉള്ളത്. അവന് നാട്ടിൽ വരുമ്പോഴത്തേക്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു എന്താണ് മൊബൈൽ റെസ്റ്റോറന്റ് വേണം. അപ്പൊ അതിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടിട്ടാണ് പോയത്. വേറെ ഒന്നും അല്ല. ഈ കുറച്ച് നേരം കൊണ്ട് അതൊക്കെ ആലോചിച്ചെടുക്കാൻ പറ്റും. ഞാൻ കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. എന്റെ പൊന്നു ഭാവി എന്റെ അടുത്ത് പറ്റിക്കരുത്. എന്നെ പറ്റിക്കരുതെന്ന്. ഞാൻ എന്ത് പറ്റിച്ചെന്ന് എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. എന്തോന്ന് മനസ്സിലായെന്ന്? നീ ഇന്ന് പോയത് ഏതോ പെങ്കൊച്ചിന്റെ നീ എവിടെ പോയിട്ടുണ്ട്? അതുകൊണ്ടാണ് നീ എന്റെ കോളർ റിജക്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നെ വിളിച്ചിട്ട് അനാവശ്യം പറഞ്ഞോണ്ട്. എന്തോ അനാവശ്യം പറഞ്ഞേ? മിണ്ടാണ്ടിരുന്നോ? നീ എന്നെ മേലെ വിളിക്കാനോ ഫോളോ ചെയ്യാനോ നിൽക്കരുത്. ചുമ്മാ വിളക്കമെന്ന് പറഞ്ഞ പോയപ്പോ കഷ്ടമാണിത്. ഞാൻ അന്നേ പറഞ്ഞാണ് ചുമ്മാ പ്രേമത്തിലൊന്നും പോയി പെടലേ.